പിതാവിന്റെ ചിതയൊടുങ്ങും മുൻപേ രാജ്യത്തിനായി കളിക്കളത്തിലേക്ക്. വിൻഡീസിനെതിരായ ജീവൻ മരണ പോരാട്ടത്തിനായി റിങ്കു സിംഗ് ടീമിനൊപ്പം ചേരും. പിതാവിന്റെ വിയോഗമുണ്ടാക്കിയ തീരാ ദുഃഖത്തിനിടയിലും രാജ്യത്തിനു വേണ്ടി വീണ്ടും പാടണിയാൻ ഇന്ത്യൻ യുവതാരം റിങ്കു സിംഗ്. ICC T20 ലോകകപ്പിൽ വെസ്റ്റ് ഇൻഡീസിനെതിരായ നിർണായക മത്സരത്തിനായി റിങ്കു ശനിയാഴ്ച കൊൽക്കത്തയിൽ ഇന്ത്യൻ ടീമിനൊപ്പം ചേരുമെന്ന് BCCI വൃത്തങ്ങൾ അറിയിച്ചു. പിതാവ് ഖ്യാൻചന്ദ് സിംഗിന്റെ അന്ത്യകർമ്മങ്ങൾ ജന്മനാടായ അലിഗഡിൽ പൂർത്തിയാക്കിയ ശേഷമാണ് ഈ 28-കാരൻ ഈഡൻ ഗാർഡനിലെ നിർണായക പോരാട്ടത്തിനായി പറന്നെത്തുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി കരൾ ക്യാൻസറിനോട് മല്ലിട്ടിരുന്ന ഖ്യാൻചന്ദ് സിംഗ് ഗ്രേറ്റർ നോയിഡയിലെ യഥാർത്ഥ ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരിക്കെ വെള്ളിയാഴ്ച പുലർച്ചെയാണ് അന്തരിച്ചത്. രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അദ്ദേഹം വെന്റിലേറ്ററിലായിരുന്നു. മരണവിവരം അറിഞ്ഞയുടനെ ചെന്നൈയിലെ ഇന്ത്യൻ ക്യാമ്പിൽ നിന്നും അലിഗഡിലേക്ക് തിരിച്ച് റിങ്കു ഉറ്റവരുടെയും ബന്ധുമിത്രാദികളുടെയും സാന്നിധ്യത്തിൽ വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ചത്. കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിലും മകന്റെ ക്രിക്കറ്റ് മോഹങ്ങൾക്ക് എക്കാലവും താങ്ങും തണലുമായി നിന്ന വ്യക്തിയായിരുന്നു ഗ്യാസ് സിലിണ്ടർ വിതരണക്കാരനായിരുന്ന ഖ്യാൻചന്ദ് സിംഗ്. അച്ഛന്റെ വേർപാടിന്റെ വിങ്ങൽ മാറും മുമ്പേ രാജ്യത്തിനു വേണ്ടിയുള്ള തന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ ഈ യുവതാരം തയ്യാറായില്ല. ലോകകപ്പ് സെമി ഫൈനൽ പ്രവേശനം ഉറപ്പാക്കാൻ ഇന്ത്യക്ക് വെസ്റ്റ് ഇൻഡീസിനെതിരായ അവസാന സൂപ്പർ 8 മത്സരം വിജയിച്ചേ തീരൂ. പരാജയപ്പെട്ടാൽ ടൂർണമെന്റിൽ നിന്ന് പുറത്താകുമെന്ന ഈ ജീവൻ മരണ പോരാട്ടത്തിൽ ടീമിന് തന്റെ സേവനം അത്യന്താപേക്ഷിതമാണെന്ന തിരിച്ചറിവാണ് അന്ത്യകർമ്മങ്ങൾക്ക് തൊട്ടു പിന്നാലെ കൊൽക്കത്തയിലേക്ക് തിരിക്കാൻ റിങ്കുവിനെ പ്രേരിപ്പിച്ചത്. ദുഃഖാചരണങ്ങൾക്ക് നിൽക്കാതെ റിങ്കു ശനിയാഴ്ച ടീമിനൊപ്പം ചേരുമെന്ന് BCCI സെക്രട്ടറി ദേവജിത് സൈകിയ വാർത്താക്കുറിപ്പിലൂടെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. വ്യക്തിപരമായ വലിയൊരു ദുരന്തത്തെ അഭിമുഖീകരിക്കുമ്പോഴും റിങ്കു കാണിക്കുന്ന ഈ അർപ്പണബോധത്തെയും മനോധൈര്യത്തെയും ഇന്ത്യൻ ക്രിക്കറ്റ് ലോകം ഒന്നടങ്കം വലിയ ആദരവോടെയാണ് നോക്കിക്കാണുന്നത്. വിരാട് കോഹ്ലി, ഹർഭജൻ സിംഗ്, യുവരാജ് സിംഗ് തുടങ്ങിയ മുൻനിര താരങ്ങളെല്ലാം അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും കുടുംബത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. പിതാവ് നഷ്ടപ്പെട്ട വേദന കടിച്ചമർത്തി രാജ്യത്തിനു വേണ്ടി കളത്തിലിറങ്ങിയ വിരാട് കോഹ്ലിയുടെയും സച്ചിൻ തെണ്ടുൽക്കറിന്റെയും പാതയിലാണ് ഇപ്പോൾ റിങ്കു സിംഗും നടന്നു നീങ്ങുന്നത്. ഞായറാഴ്ച ഈഡൻ ഗാർഡൻസിൽ നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യയുടെ മധ്യനിരയ്ക്ക് കരുത്തു പകരാൻ പ്ലേയിംഗ് 11-ൽ താരം ഇടം നേടുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ അത് ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വൈകാരികമായ മുഹൂർത്തങ്ങളിൽ ഒന്നാകും. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.